ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ഇമ്പോർട്ടൻറ്റ് ചോദ്യോത്തരങ്ങളാണ്. വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ സോഷ്യൽ സയൻസിൻ്റെ ആൻസറൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ഈ രണ്ട് പിക്ചർ കണ്ടല്ലോ. ഒബ്സർവ് ദ ഗിവൺ പിക്ചർ. ഐഡൻറ്റിഫൈ ദ കോൺസ്റ്റലേഷൻ ടു വിച്ച് ഈച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ആർ റിലേറ്റഡ് ആൻഡ് റൈറ്റ്. അപ്പോൾ ഇത് ഏത് കോൺസ്റ്റലേഷനാണെന്ന് നമ്മൾ എഴുതണം. പിന്നെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനോട് ബന്ധപ്പെട്ടത് ഏതൊക്കെയാണെന്ന് നമ്മൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പിക്ചർ 1 എന്താണ്? സപ്തർഷീസ് ആണ് പിക്ചർ 1. ഇതെന്താണ്? ഇത് സപ്തർഷീസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെന്ത് എഴുതാം? സപ്തർഷീസ് എന്ന് എഴുതാം. ഓക്കെ, ഇനി രണ്ടാമത്തേത് എന്താണ്? സപ്തർഷീസ്. രണ്ടാമത്തേത് എന്താണ്? രണ്ടാമത്തേത് എല്ലാവർക്കും അറിയാമല്ലോ, ഓറിയോൺ ആണ്. ORION, ഓറിയോൺ ആണ്. അപ്പം പിക്ക് 1 ഏതാണ്? സപ്തർഷീസും രണ്ടാമത്തേത് ഓറിയോണും ആണ്. ഇനി നമ്മളപ്പം കോൺസ്റ്റലേഷൻ ഐഡൻറ്റിഫൈ ചെയ്തു. ഇനി നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചു പോയിട്ട് ഏതിനോടൊക്കെ ആണ് അത് കറക്റ്റ് നോക്കാം. ക്യാൻ ബി സീൻ ആഫ്റ്റർ ഡസ്ക് അബവ് ദ ഹെഡ് ഇൻ ദ സ്കൈ ഇൻ ദ മന്ത്സ് ഓഫ് ജാനുവരി, ഫെബ്രുവരി ആൻഡ് മാർച്ച്. ഓക്കെ, അപ്പോൾ അതെന്താണ് സ്റ്റേറ്റ്മെൻറ്റ്? അത് ഏത് സ്റ്റേറ്റ്മെൻറ്റാണ്? ഓറിയോണുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻ്റ് ആണ് അത്. ഓക്കെ, അപ്പോൾ ക്യാൻ ബി സീൻ ഇൻ ദ മന്ത്സ് ഓഫ് ജനുവരി, ഫെബ്രുവരി ഒക്കെ ഏതാണ്? ഓറിയോൺ ആണ്. ഇനി രണ്ടാമത്തെ, ക്യാൻ ബി സീൻ ഇൻ ദ നോർത്തേൺ സ്കൈ ഇൻ ദ ഈവനിങ് ഇൻ ദ സമ്മർ സീസൺ. അപ്പോൾ സമ്മർ സീസണിൽ കാണുന്നത് ഏതാണ്? സപ്തർഷീസ് ആണ്. അപ്പോൾ നമുക്ക് സപ്തർഷീസിൽ 2 കൊടുക്കാം. രണ്ടാമത്തേത് സപ്തർഷീസ് ആണ്. മൂന്നാമത്തേത് ദ സ്റ്റാർ തിരുവാതിര ഈ സീൻ ഇറ്റ്. സ്റ്റാർ തിരുവാതിര ഏതിലാണ്? ഓറിയോണിലാണ് കാണുന്നത് കേട്ടോ. സ്റ്റാർ തിരുവാതിര ഏതിലാണ് കാണുന്നത്? ഓറിയോണിലാണ്. നാലാമത്തെ, ദേ ആർ അറ്റ് മിഡ് നൈറ്റ് ഇൻ ദ മന്ത്സ് ഓഫ് ഡിസംബർ ആൻഡ് ജനുവരി. അത് ഏതുമായി ബന്ധപ്പെട്ടതാണ്? സപ്തർഷീസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചുരുക്കത്തിൽ എന്തൊക്കെ പറയാം? സപ്തർഷീസുമായിട്ട് ബന്ധപ്പെട്ടത് 2 സ്റ്റേറ്റ്മെൻ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 2ഉം 4ഉം അതേതൊക്കെയാണ്? ക്യാൻ ബി സീൻ ഇൻ നോർത്തേൺ സ്കൈ ഇൻ ദ ഈവനിങ് ഇൻ ദ സമ്മർ. ദേ ആർ സീൻ ഇൻ ദ മിഡ് നൈറ്റ് ഇൻ ദ മന്ത്സ് ഓഫ് ഡിസംബർ ആൻഡ് ജനുവരി. അതെന്താണ്? 2ഉം 4ഉം സ്റ്റേറ്റ്മെൻറ്റ് സപ്തർഷീസ് ആണ്. ബാക്കി 1ഉം 3ഉം എന്താണ്? ഓറിയോൺ ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Some statements related to the experiments of astronauts are given below. അപ്പോൾ ആസ്ട്രോനോട്ട്സിൻ്റെ കുറച്ച് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഫൈൻഡ് ഔട്ട് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റൈറ്റ് ദം. ഇതിൽ റോങ് ഏതാണെന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എക്സ്പീരിയൻസ് മോർ വെയിറ്റ്, അത് തെറ്റാണ്. ലെസ് വെയിറ്റ് ആണ് ഉണ്ടാവുക. എക്സ്പീരിയൻസ് മോർ വെയിറ്റ് തെറ്റാണ്. കനോട്ട് ബ്രീത്ത് വിത്തൗട്ട് റെസ്പിറേറ്ററി എക്യുപ്മെൻറ്റ്. അപ്പോൾ ഈ ശ്വാസം ഒക്കെ നമുക്ക് നിലനിർത്താൻ അതിൻ്റേതായിട്ടുള്ള ഉപകരണം വേണം. അത് ശരിയാണ്. കാൻ വാക്ക് എഫർട്ട്ലെസ്ലി, അത് തെറ്റാണ്. അങ്ങനെ നമുക്ക് ബുദ്ധിമുട്ടില്ലാണ്ട് നമ്മുടെ ഇവിടെ നടക്കുന്ന പോലെ നമുക്ക് നടക്കാൻ പറ്റില്ല. വെൻ സ്ലീപ്പ് ദ ബോഡി ഹാസ് ടു ബി ഫാസ്റ്റൻഡ് വിത്ത് ദ ബെൽറ്റ് ടു എ ഫിക്സഡ് കോട്ട്. അപ്പോൾ ഉറങ്ങുമ്പോൾ നമ്മൾ ഒരു എന്താണ് പറയുക, ഒരു ബെൽറ്റ് ബോഡിയായിട്ട് നമ്മൾ ആ ഒരു കട്ടിലിനോട് കെട്ടിയിട്ട് വേണം കിടക്കാനും. അപ്പോൾ നമുക്ക് സ്ലീപ്പ് ചെയ്യാനോ അതേപോലെ തന്നെ വാക്ക് ചെയ്യാനോ നമുക്ക് ഇഷ്ടം പോലെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ ഏതാണ് റോങ് സ്റ്റേറ്റ്മെൻറ്റ്? എക്സ്പീരിയൻസ് മോർ വെയിറ്റും അതേപോലെ തന്നെ കാൻ വാക്ക് എഫേർട്ട്ലെസ്സും ആണ് ഇതിൽ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. അടുത്തത് എന്താണ്? While classifying animals, Sadesh placed a cow, cat, elephant, bat and whale in one group. What could be the peculiarity on which this group is based? അപ്പോൾ സതീഷ് ആനിമൽസിനെ ക്ലാസിഫൈ ചെയ്യാണ്. അപ്പോൾ അവരെന്ത് ചെയ്തു? കൗവും കാറ്റും എലിഫൻറ്റും ബാറ്റും വെയിലും ഇതിനെയൊക്കെ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. അപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്താണെന്നാണ് ചോദിച്ചത്. ഓൾ ആർ ടെറസ്ട്രിയൽ, ഹാവ് 4 legs, ഗിവ് ബേർത്ത് ടു യങ് വൺസ്, ഹാവ് എക്സ്റ്റേണൽ ഇയർ. അപ്പോൾ അതിൽ ശരിയായ സ്റ്റേറ്റ്മെൻ്റ് എന്താണ്? ഇതൊക്കെ ഏത് ഗ്രൂപ്പ് പെട്ടതാണ്? ഗിവ് ബേർത്ത് ടു യങ് വൺസ്. ഇതിലെല്ലാം തന്നെ എന്താണ്? കുട്ടികൾക്ക് ജന്മം കൊടുക്കുന്നുണ്ട്. ഗിവ് ബേർത്ത് ടു യങ് വൺസ്, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ദ യങ് വൺസ് ഹാച്ചിങ് ഔട്ട് ഓഫ് എഗ്സ് ആർ നോട്ട് സിമിലർ ടു ദെയർ പാരൻസ്. ദിസ് ഡിസ്ക്രിപ്ഷൻ ഈസ് സ്യൂട്ടബിൾ ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ് കേച്ചേഴ്സ്. അതായത് ഹാച്ച് ചെയ്ത് എഗ്ഗ് വിരിഞ്ഞിട്ടുണ്ടാകുന്നത് അതിൻ്റെ പാരൻസിനോട് സിമിലറേ അല്ല. ഇപ്പോൾ നമ്മളിപ്പം കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിച്ചിട്ടുണ്ടെങ്കിൽ കോഴിനോട് സാമ്യം തന്നെയായിരിക്കും അതിൻ്റെ കോഴിക്കുഞ്ഞുങ്ങളും, പക്ഷേ തീരെ സാമ്യമല്ല.
അത് ഏതാണെന്നാണ് ചോദിച്ചത്. ഇവിടെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഡ്രാഗൺ ഫ്ലൈ, സ്പാരോ, സ്നേക്ക്, ലിസാർഡ്. ഇതിലേതാണ് കറക്റ്റ്? ഡ്രാഗൺ ഫ്ലൈ ആണ്. കറക്റ്റ് ഏതാണ്? ഡ്രാഗൺ ഫ്ലൈ ആണ്. നമുക്ക് നോക്കാം. വാട്ട് ഡു യു മീൻ ബൈ മെറ്റാഫോസിസ്? എന്താണ് മെറ്റാഫോസിസ്? ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഇതിൽ എയും ബിയും കൊടുത്തിട്ടില്ല, അപ്പോൾ അത് എഴുതണം. പിന്നെ വാട്ട് ഡു യു കോൾ ദ യങ് വൺ ഓഫ് ഫ്രോഗ് ആൻഡ് ഡ്രാഗൺ ഫ്ലൈ? ഫ്രോഗിൻ്റെയും ഡ്രാഗൺ ഫ്ലൈൻ്റെയും കുഞ്ഞുങ്ങളെ എന്താ വിളിക്കുക? അങ്ങനെ 3 ചോദ്യമാണുള്ളത്. അപ്പോൾ മെറ്റാഫോസിസ് ആദ്യം നമുക്ക് എയും ബിയും ഐഡൻറ്റിഫൈ ചെയ്യാം. ഇതിൽ എ എന്താണ്? ലാർവയാണ്. ബി പ്യൂപ്പയാണ്. അപ്പോൾ അതിൻ്റെ സ്പെല്ലിംഗ് ഒക്കെ പഠിച്ച് വെക്കുക. ലാർവ, പ്യൂപ്പ, പിന്നെയാണ് ബട്ടർഫ്ലൈ ആകുന്നത്. ആദ്യം ലാർവയാകും, പിന്നെ അത് പ്യൂപ്പ ആവും, പിന്നെ അത് ബട്ടർഫ്ലൈ ആകും. ഇനി മെറ്റഫോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് എ പ്രോസസ് ബൈ വിച്ച് യങ് വൺസ് ഇൻ ദ ലാർവ സ്റ്റേജ് ഡെവലപ്പ് ഇൻ ടു ഓർഗാനിസം സിമിലർ ടു ദെയർ പാരൻസ് ത്രൂ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഗ്രോത്ത്. അപ്പോൾ മെറ്റമോർഫിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അതിൽ ചെറിയ കുഞ്ഞുങ്ങൾ, ലാർവയിലുള്ള കുഞ്ഞുങ്ങൾ പല ഡിഫറെൻറ്റ് സ്റ്റേജ് ഓഫ് ഗ്രോത്തിലൂടെ ഒരു പാരൻറ്റിന് അതേപോലെയുള്ള ഓർഗാനിസമായിട്ട് മാറുന്നതിനെയാണ് മെറ്റമോർഫിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ലാർവനെ കണ്ട ഇതേപോലെ ബട്ടർഫ്ലൈ ആകുമെന്ന് നമുക്ക് തോന്നില്ലല്ലേ? പക്ഷെ പല സ്റ്റേജിലൂടെ കടന്നു പോയി സിമിലർ ടു പാരൻസിനെ പോലെ ആകുന്നതിന് ആ ഒരു പ്രോസസ്സിനെയാണ് മെറ്റഫോസിസ് എന്ന് പറയുക. അതേപോലെ തന്നെ തവളയുടെ കുട്ടിയെ നമ്മൾ പറയുന്ന പേരാണ് ടാഡ്പോള്. ഡ്രാഗൺ ഫ്ലൈൻ്റെ കുട്ടീനെ പറയുന്ന പേരാണ് ഡ്യൂഡിൽ ബക്ക്. അത് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. കുറച്ച് ഹാബിറ്റ്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതിൽ റൈറ്റ് ഹൈജീനിക് ഹാബിറ്റ്സ്, ഇതിൽ നല്ല ഹാബിറ്റ്സ് നമ്മളോട് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ത്രോ ദ വേസ്റ്റ് ഇൻ ദ നിയർ ബൈ ലാൻഡ്, അടുത്തുള്ള സ്ഥലത്തേക്ക് വേസ്റ്റൊക്കെ വലിച്ചെറിയുക. അത് നല്ല ശീലമല്ലല്ലേ? ടേക്ക് ബാത്ത് ട്വൈസ് എ ഡേ, ദിവസവും 2 നേരം കുളിക്കുക. ശരിയാണ്. ഡു നോട്ട് വാഷ് മൗത്ത് ആഫ്റ്റർ ഈറ്റിംഗ് സ്വീറ്റ്സ്, മധുരം കഴിച്ചാൽ വായ കഴുകരുത്. ഓക്കെ. ക്ലീൻ ദ ഹൗസ് ആൻഡ് സറൗണ്ടിങ്സ് എവറി ഡേ, അത് ശരിയായൊരു ശീലമാണ്. നമ്മുടെ വീടും പരിസരവും എന്നും ശുചിയാക്കുക. കട്ട് നൈറ്റ്സ് വൺസ് ഇൻ എ വീക്ക്, ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ നഖം മുറിക്കുക. നെവർ വാഷ് ഹാൻഡ് ആഫ്റ്റർ ഗോയിങ് ടു ദ ടോയ്ലറ്റ്, ടോയ്ലറ്റ് പോയി വന്നിട്ടുണ്ടെങ്കിലും കൈ കഴുകുകയേ ചെയ്യരുത്. അതൊരു തെറ്റായ ശീലമാണ്. വാഷ് ഹാൻഡ്സ് ആൻഡ് ലെഗ്സ് ആഫ്റ്റർ പ്ലേയിങ്, കൈയും കാലും നമ്മൾ കളി കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മൾ കഴുകണം. വിയേഴ്സ് ഡേർട്ടി ക്ലോത്ത്സ്, എപ്പോഴും വൃത്തിയില്ലാത്ത അഴുക്ക് നിറഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക. അപ്പോൾ ഇതിൽ നല്ല ശീലങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? അത് എഴുതുക. പിന്നെ അടുത്തത് വിച്ച് ഡിസീസ് ക്യാൻ ബി പ്രിവെൻറ്റഡ് ത്രൂ ഇറാഡിക്കേഷൻ ഓഫ് മോസ്കിറ്റോസ്, മോസ്കിറ്റോസ് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, മലേറിയ ആണ്. ഓക്കെ. ഡോണ്ട് ഈറ്റ് ഫുഡ് സെർവ്ഡ് ഓപ്പൺ ഇൻ സ്ട്രീറ്റ്, റൈറ്റ് യുവർ റെസ്പോൺസ് ടു ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. ഇപ്പം സ്ട്രീറ്റിലില്ലേ, ഓപ്പൺ സ്ട്രീറ്റിലുള്ള തെരുവ് കച്ചവടക്കാരുടെ ഫുഡ് അങ്ങനെ കഴിക്കരുതെന്ന് പറയാൻ കാരണം എന്താണ്? ഇഫ് ദ ഫുഡ് മെറ്റീരിയൽസ് ദാറ്റ് ആർ കെപ്റ്റ് ഓപ്പൺ ദ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ ദ എയർ വിൽ സ്റ്റിക്ക് ടു ഇറ്റ് ആൻഡ് ദ മൈക്രോ ഓർഗാനിസം ലൈക്ക് ഫംഗസ് ബാക്ടീരിയ വിൽ ഓൾസോ എൻറ്റർ ഇൻ ടു ഇറ്റ്. അപ്പോൾ ഫുഡ് മെറ്റീരിയൽസ് ഒക്കെ ഓപ്പൺ ആക്കി വെച്ചാൽ എന്താ സംഭവിക്കുക? നമ്മുടെ വായിലുള്ള പൊടിപടലങ്ങൾ, ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ ദ എയർ വിൽ സ്റ്റിക്ക് ടു ഇറ്റ്, അത് അതിലേക്ക് വന്ന് പിടിക്കും. ആൻഡ് മൈക്രോ ഓർഗാനിസം ലൈക്ക് ഫംഗസ്, പിന്നെ അതിൽ എന്തുണ്ടാവും? മൈക്രോ ഓർഗാനിസംസ് ആയിട്ടുള്ള ഫംഗസും ബാക്ടീരിയ ഒക്കെ ഭക്ഷണ പദാർത്ഥത്തിലേക്ക് എൻറ്റർ ചെയ്യും. ഇറ്റ് കോസസ് ദ ഡിസീസ് ലൈക്ക്, അപ്പോൾ എന്തൊക്കെ രോഗങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്? കോളറ, ഡയേറിയ, വയറിളക്കം. വിച്ച് എഫക്ട് ദ ഡൈജസ്റ്റീവ് സിസ്റ്റം, അത് നമ്മുടെ ദഹന വ്യവസ്ഥയെ തന്നെ ബാധിക്കും. നല്ല ശീലങ്ങൾ എഴുതാലോ. ടേക്ക് ബാത്ത് ട്വൈസ് എ ഡേ, ക്ലീൻ ദ ഹൗസ് ആൻഡ് സറൗണ്ടിങ്സ് എവറി ഡേ, കട്ട് നൈറ്റ്സ് വൺസ് ഇൻ എ വീക്ക്, വാഷ് ഹാൻഡ്സ് ആൻഡ് ലെഗ്സ് ആഫ്റ്റർ പ്ലേയിങ്. പിന്നെ നമ്മൾ തുറന്ന ഭക്ഷണം തുറന്നിടാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ കാരണവും തെരുവോരങ്ങളിലുള്ള ഭക്ഷണം കഴിക്കരുത് എന്ന് പറയുന്നതിനുള്ള കാരണമൊക്കെ എന്താണ് നമ്മൾ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ദ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇൻ ദ എയർ വിൽ സ്റ്റിക്ക് ടു ഇറ്റ് ആൻഡ് ദ മൈക്രോ ഓർഗാനിസം ലൈക്ക് ഫംഗസും ബാക്ടീരിയ ഒക്കെ നമ്മുടെ ഭക്ഷണത്തിലേക്ക് വരും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. മെനി ക്രിയേച്ചേഴ്സ് ദാറ്റ് എക്സിസ്റ്റ് വൺസ് ഓൺ എർത്ത് ഹാവ് സം എക്സ്റ്റിങ്ക്റ്റ് ഡ്യൂ ടു വേരിയസ് റീസൺ. വാട്ട് ആർ ദ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ദാറ്റ് ഡിസ്ട്രോയ് ദ ലിവിങ് കണ്ടീഷൻ ഓഫ് ക്രിയേച്ചേഴ്സ്? അപ്പം ഒരു കാലത്ത് നമ്മുടെ ഭൂമിയിലുണ്ടായിരുന്ന പല ജീവികളും ഇവിടെ നിന്ന് നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഒരുപാട് ദിനോസേഴ്സ് ഉണ്ടായിരുന്നു, അങ്ങനെ പല സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇവിടുന്ന് പോവുകയാണ്, നമ്മളിപ്പോൾ കാണാനേ ഇല്ല. അതെന്തുകൊണ്ടാണ് മനുഷ്യൻ്റെ എന്ത് ആക്ടിവിറ്റീസ് കൊണ്ടാണ് എന്നത് ആണ് ചോദ്യം. ഡിഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്ട്രോയിങ് ഫോറസ്റ്റ് നശിപ്പിക്കുക.
ടു മച്ച് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ്. പിന്നെ സാൻഡ് മൈനിങ് ഇൻ റിവേഴ്സ്, പുഴകളിലൊക്കെ ഇങ്ങനെ സാൻഡ് മൈനിങ്, അതായത് മണൽ വാരുക. ഡംപിങ് ഓഫ് പ്ലാസ്റ്റിക് വേസ്റ്റ്, പിന്നെ പ്ലാസ്റ്റിക് വേസ്റ്റ് ഇങ്ങനെ ഡംപ് ചെയ്യുക. ഫില്ലിങ് ഓഫ് വാട്ടർ. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതാം. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ദ നെയിംസ് ഓഫ് ദ ആനിമൽസ് ഇൻക്ലൂഡഡ് ഇൻ ആൽബം പ്രിപ്പയർഡ് ബൈ ദ സ്റ്റുഡൻറ്റ് ആസ് എ പാർട്ട് ഓഫ് ക്ലാസ് റൂം ലേണിംഗ് ആക്ടിവിറ്റീസ് ആർ ഗിവൺ ബിലോ. അപ്പോൾ കുറച്ച് ആനിമൽസിൻ്റെ പേര് സ്റ്റുഡൻസ് എഴുതിയിട്ടുണ്ട്. ബെയർ, ഡ്രാഗൺ ഫ്ലൈ, സ്നേക്ക്, റാറ്റ്, ക്രോ, വൂൾഫ്, ക്രെയിൻ, ഫ്രോഗ്, ഡോഗ്, കോക്രോച്ച്, ബാറ്റ്. ഇത്രയും ആനിമൽസാണ് കുട്ടികളെ എഴുതിയിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്, ക്ലാസിഫൈ ദം അക്കോർഡിംഗ് ടു ദ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ, ഗിവ് ടൈറ്റിൽസ്. അപ്പോൾ ഇതിനെ ക്ലാസിഫൈ ചെയ്യാനാണ്, അവരുടെ റീപ്രൊഡക്ഷൻ്റെ മോഡ് അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യാനാണ്. ഇനി അടുത്ത ചോദ്യം, സെലക്ട് ദ കോമൺ ഫീച്ചേഴ്സ് ഓഫ് മാമൽസ് ഫ്രം ദ ഗിവൺ ലിസ്റ്റ്. അപ്പോൾ മാമൽസിൻ്റെ പ്രത്യേകത എഴുതാനാണ്. ലേ എഗ്സ്, പ്രസൻസ് ഓഫ് മിന്ന, ഡ്രൈ ആൻഡ് സ്കെയിലി സ്കിൻ, ഹെയർ ഓൺ ദ ബോഡി, ഗിവ് ബർത്ത് ടു യങ് ആൻഡ് ഫീഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ട്. അപ്പോൾ മാമൽസിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ് നമുക്ക് എഴുതാം. പ്രസൻസ് ഓഫ് പിന്ന, മാമൽസിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? പ്രസൻസ് ഓഫ് പിന്ന ഇമ്പോർട്ടൻ്റ് ആണ്. ഹെയർസ് ഓൺ ദ ബോഡി, ഗിവ് ബർത്ത് ടു യങ് വൺസ് ആൻഡ് ഫീഡ് മിൽക്ക്. ഇത്രയാണ് എന്ത് മാമൽസിൻ്റെ പ്രത്യേകത. ഇതിൽ നിന്ന് മാമൽസിൻ്റെ പ്രത്യേകത എഴുതാൻ പറഞ്ഞപ്പോൾ നമ്മൾ എന്തൊക്കെ എഴുതി? പ്രസൻസ് ഓഫ് പിന്ന, ഹെയർസ് ഓൺ ദ ബോഡി, ഗിവ് ബർത്ത് ടു യങ് വൺസ്. അപ്പോൾ നമ്മളിവിടെ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ, കുറേ അനിമൽസിന്. അതിന് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. ലേ എഗ്സ്, മുട്ട അടയിരിക്കുക, പിന്നെ മാമൽസ്, പ്രസവിക്കുക. ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ലേ എഗ്സിൽ കോക്രോച്ച് ഉണ്ട്, ഡ്രാഗൺ ഫ്ലൈ ഉണ്ട്, സ്നേക്ക് ഉണ്ട്, ക്രോ, ക്രെയിൻ, ഫ്രോഗ്. ഇതൊക്കെ ലേ എഗ്സ് ആണ്. മാമൽസ് എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയും പാലൂട്ടുകയും ചെയ്യുന്നതാണ്. ബെയർ, വൂൾഫ്, ഡോഗ്, ബാറ്റ്, റാറ്റ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ കറക്റ്റ് ഓർത്ത് വെക്കുക. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അതേപോലെ തന്നെ മെറ്റഫോസിസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും നിങ്ങൾ എന്താണെന്ന് പഠിച്ചു വെക്കുക. പിന്നെ ഇങ്ങനത്തെ ഉള്ള ചോദ്യങ്ങൾ വന്നാലൊക്കെ ഇതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ കഴിഞ്ഞ 5ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതേപോലെ തന്നെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസറൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ അതൊന്ന് ചെക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ 5ാം ക്ലാസ്സിലെ ബെസ്റ്റിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.